എല്ലാവർക്കും നമസ്കാരം. എല്ലാ കലാകാരന്മാരും ചോദിക്കാറുണ്ട്, അച്ഛൻ്റെ നേരെ അനിയനാണോ അച്യുണ്ണി പൊതുവാൾ? വെള്ളിനേഴി ചെങ്ങലിക്കോട്ടുകാവ്, അതിൻ്റെ സമീപമുള്ള കാവിൽ പൊതുവാട് ധാരാളം അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബം. അതിൽ ജ്യേഷ്ഠത്തിയായിട്ടുള്ള ഒരു മുത്തശ്ശി, അനുജത്തി ആയിട്ടുള്ള മറ്റൊരു മുത്തശ്ശി. ഈ രണ്ട് മുത്തശ്ശിമാരുടെയും പേര മക്കളാണ് കൃഷ്ണൻകുട്ടി പൊതുവാളും, അതായത് എൻ്റെ അച്ഛൻ, അച്യുണ്ണി പൊതുവാളും, അതായത് അച്യുണ്ണി അമ്മാമ. ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പരിപാടി പ്രധാനമായും ഇടയ്ക്ക അഷ്ടപതി എന്നുള്ള വിഷയം ആയത് വളരെ സന്തോഷം തോന്നിക്കുന്നു. കാരണം അച്ഛനായാലും അച്യുണ്ണിയമ്മ ആയാലും അവരുടെ 7ാമത്തെ 8ാമത്തെ വയസ്സിലൊക്കെ പൂജക്കൊട്ട് ഇടയ്ക്കയിൽ പഠിച്ച് ചെങ്ങടിക്കോട്ടുകാരിൽ അരങ്ങേറ്റം ചെയ്തവരാണ്. അവര് കലാജീവിതം തുടങ്ങുന്നത് ഇടയ്ക്കയിൽ കൂടിയാണ്. അച്യുണ്ണിയമ്മാമയെ പഠിപ്പിച്ചത് അച്യുണ്ണിയമ്മാമയുടെ അച്ഛൻ നേരെ 2ാമത്ത് അച്യുത പൊതുവാൾ. അദ്ദേഹം ഇടയ്ക്ക ക്ഷേത്ര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലന്തര പ്രയോഗങ്ങൾ, മൂലപാണി, തായമ്പക, കേളി, മേളങ്ങൾ, ഇതെല്ലാം അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് അച്യുണ്ണിയമ്മാമ പഠിച്ചത്. അച്ഛൻ പഠിച്ചത് അച്ഛൻ്റെ അമ്മാവനിൽ നിന്ന്. വെള്ളിനേഴിയിൽ അക്കാലത്ത് പട്ടിക്കാൻകുടി ആശാന്റെ കളരി നടക്കുന്ന സമയമാണ്. എല്ലാവർക്കും ആശ്രയം ഉറപ്പമുള്ള മനയാണ്. ഇപ്പൊ ഇവരുടെ കയ്യിൽ തൊഴിലുണ്ട്. ഈ ചൊല്ലിയാട്ടത്തിന് പട്ടിക്കാൻകുടി ആശാന്റെയൊക്കെ നിർദ്ദേശത്തിൽ ഏതാണ്ടൊക്കെ ആശാൻ പറഞ്ഞത് കൊട്ടുക വിട്ടു, കൊട്ടാൻ സാധിക്കും. പതുക്കെ പതുക്കെ അച്ഛൻ കേരള കലാമണ്ഡലം വിദ്യാർത്ഥിയായി ചേർന്നു. കലാമണ്ഡലത്തിലെ ആദ്യത്തെ ചെണ്ട വിദ്യാർത്ഥി അച്ഛനാണ്. അന്ന് കലാമണ്ഡലത്തിൽ ചെണ്ടയ്ക്ക് അധ്യാപകരില്ല. കഥകളി പരിപാടികൾക്ക് മൂത്തമന വരും, കൊട്ടും, അതിൻ്റെ കൂടെ അച്ഛനും കൊട്ടും. വർഷക്കാലത്തെ ചൊല്ലിയാട്ടം സമയമായാൽ ചമ്മടകുളങ്ങര അപ്പുമാര ചൊല്ലിയാട്ടം കൊട്ടും, അച്ഛനെ പുറപ്പാട് മേളപ്പതും പഠിപ്പിക്കും. മറ്റ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് വെങ്കിച്ചൻ സ്വാമിയായിരുന്നു. വെങ്കിച്ചൻ സ്വാമിയുടെ ഉപദേശവും പട്ടിക്കാൻകുടി ആശാന്റെ ആ കളരി പരിചയത്തിലും അച്ഛൻ നല്ലൊരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായി. അങ്ങനെ കഥകളി ചെണ്ടയ്ക്ക് ആദ്യത്തെ അധ്യാപകനായതും അച്ഛൻ തന്നെയാണ്. 4-5 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും 2 കേശവന്മാരായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ ശിഷ്യന്മാർ. ആലിപ്പറമ്പിൽ കേശവ പൊതുവാൾ എൻ്റെ ഭാര്യ പിതാവ് കൂടിയാണ്. പിന്നെ പോലൂർ കേശവൻ, അദ്ദേഹവും ഞങ്ങൾക്ക് അമ്മാമയാണ്. ഇവർ രണ്ടുപേരും കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞ ഉടനെ പ്രവാസിയായി. ഈ സമയത്താണ്
സഹ അധ്യാപകനായിട്ട് അച്യുതമാമ കലാമണ്ഡലത്തിൽ വരുന്നത്. അച്യുതമാമയ്ക്കും 2 കേശവന്മാരാണ് ആദ്യത്തെ ശിഷ്യന്മാർ. അത് നീറ്റിയത്ത് കേശവൻ, FACT കേശവൻ, കുടലിൽ കേശവൻ, RMB തൃപ്പൂണിത്ത കേശവ പൊതുവാണ്. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇടയ്ക്ക പൊട്ടി പാടാനുള്ള കഴിവും ഉണ്ടായിരുന്നു. ചെങ്കിളിക്കോട്ടുകാവിലെ നവരാത്രിക്കാലം, കാന്തല്ലൂർ ഉത്സവകാലം, ഈ സമയത്ത് ആണ് പ്രധാനമായും ഈ അഷ്ടവതി എന്ന് പറയില്ല, കൊട്ടിപ്പാടി സേവ. കൊട്ടിപ്പാടി സേവ എന്നുള്ളത് ഭഗവതിയുടെ അമ്പലമാണെങ്കിൽ ഭഗവതിയെ കുറിച്ചുള്ള സ്തുതികൾ പാടാം. കാന്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെ ധ്യാനി എന്നൊരു സംഭവമുണ്ട്. ധ്യാനി പാടിയിട്ട് വേണം അഷ്ടവതി പാടുക. കൊട്ടിപ്പാടി സേവ പാടുമ്പോൾ ആദ്യം ധ്യാനി എന്നൊരു സ്തുതി പാടിയിട്ട് വേണം. കാന്തല്ലൂർ അമ്പലത്തില് അഷ്ടവതി നിർബന്ധവുമാണ്. ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് നിർബന്ധമാണ്. ജയദേവരുടെ ശൃംഗാരകാവ്യം ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ഭഗവാന് വളരെ ഇഷ്ടമാണ്. ജയദേവരുടെ ഗ്രന്ഥം സന്തോഷത്തോടെ സ്വീകരിച്ച ശൃംഗാരകാവ്യം അവിടെ പാടിയേ തീരും. ഉത്സവ സമയത്ത് പള്ളി ഉണർത്തൽ. ഈ പള്ളി ഉണർത്തൽ പുലർച്ചെ ഏതാണ്ട് സൂര്യോദയത്തിനൊക്കെ മുമ്പ് 4 മണി 4:30 മണിക്കാണ്. എന്റെ ഓർമ്മയിൽ അച്യുതമാമ കോഴിമുട്ടൊക്കെ ചുറ്റി, ഭസ്മൊക്കെ ചുറ്റി ധ്യാനി പാടിക്കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോവും എല്ലാവരും, ഭക്തിയിൽ മുഴുകും. അങ്ങനെ പാടി രാഗത്തിലാണ് അച്യുതമാമ ധ്യാനി പാടുക. ഞാൻ ആലോചിച്ചു, കഥകളിയിലായിട്ട് ബന്ധമുണ്ടായിരിക്കാം. 2:30-3 മണി സമയത്ത് പാടി രാഗത്തിന്റെ കഥകളിയിൽ വരാറുണ്ട്, മുഴുരാത്രി കഥകളൊക്കെ. അത് ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള. അത് അച്യുതമാമ പാടുമ്പോൾ അത് ചെമ്പടയാണോ ത്രിപുടയാണോ എന്നൊരു സംശയവും തോന്നും. അച്യുതനോടെ കുറച്ച് ഷാർപ്പായുള്ള സൗണ്ടാണ്. മേൽസാരിയില് കേൾക്കാനും നല്ല സുഖമാണ്. കിടക്കയിൽ കിട്ടുന്ന ആ ശ്രുതി, ആ നാദമാണ് ശ്രുതി, അതിലാണ്. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തരായിട്ടുള്ള എല്ലാവർക്കും വല്ലാത്തൊരു അനുഭൂതി ഈ ധ്യാനിയിൽ കൂടി തന്നെ കിട്ടും. പിന്നെ ദശാവതാരം പാടും, അല്ലെങ്കിൽ ചന്ദന ചർച്ചയിലാണോ, അത്തരം പദങ്ങളൊക്കെ പാടാറുണ്ട്. കലാമണ്ഡലത്തില് അധ്യാപകനായിട്ടിരിക്കുമ്പോൾ ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കവളപ്പാറ, ഞങ്ങളന്ന് കവളപ്പാറയാണ്, അച്ഛൻ കവളപ്പാറ സിത്തരാണ്. ഞങ്ങൾ 6 മക്കളുണ്ട്. അമ്മാമ്മ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പാകത്തിലെത്തും. അപ്പോൾ വെള്ളിയാഴ്ച കലാമണ്ഡലത്തിൽ എന്തോ മുടക്കം വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഊഹിക്കുകയും ചെയ്യും. അമ്മാമ്മ വന്ന ഉടനെ തന്നെ മാറാനുള്ള മുണ്ട് അമ്മ കൊടുക്കും, ഷർട്ട് ഊരിയിടും. പിന്നെ ആ കോളപ്പാറക്കാരനായിട്ട് അമ്മാമ്മ പെരുമാറും.
ഊണൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞ് അച്ഛനും അമ്മാമയും ഉമ്മറത്ത് പൂമുഖത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടാവും. അവർ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പൂമുഖത്തേക്ക് പോകാനുള്ള നിർദ്ദേശമില്ല. വലിയവർ സംസാരിക്കുന്നിടത്ത് കുട്ടികൾ പോകരുത്. അത് ഞങ്ങൾ പാലിച്ചിരുന്നു. പിന്നെ അമ്മ അകത്തേക്ക് വരുമ്പോൾ എന്നോട് ചോദിക്കും, നീ പോരുന്നോ വെളിയിലേക്ക്? അതെന്താ കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ മാമയുടെ മൂത്ത മകൻ ഇന്നില്ല, ഉണ്ണി, രാമനുണ്ണി, ഞങ്ങളൊരേ പ്രായം. അപ്പോ ഈ 6 മക്കളില് അമ്മാവർക്ക് എന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെയാണ് താൻ അനുഭവത്തിൽ. അമ്മാവ ഇത് ചോദിച്ചാൽ എനിക്ക് വെളിയിലേക്ക് പോകാൻ ധൃതിയായി. അമ്മോട് പറയണം, അമ്മ അച്ഛനോട് പറയണം, സമ്മതം കിട്ടണം, സമ്മതിക്കുകയും ചെയ്യും. അച്ഛൻ പറയാറുണ്ട്, അച്ഛൻ്റെ അമ്മാവനെ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, തറവാട്ട് പോകണം, അമ്മാമ്മയെ കാണണം, അമ്മാമ്മയെ കണ്ടാൽ നമസ്കരിക്കണം, ഉളപ്പമണവാനക്ക് വരണം, നവോദയയില് അച്ഛൻ നമ്പൂരി താമസിക്കുന്നുണ്ട്, അവിടെ പോകണം, അദ്ദേഹത്തെയും നമസ്കരിക്കണം എന്നൊരു ഉപദേശം അച്ഛൻ ചെയ്യാറുണ്ട്. വെളിയിലേക്ക് വന്നാൽ ഞാനും ഉണ്ണിയും ഇതുപോലെ പൊതുവാട്ടിന് പോവും, മലയ്ക്കല് പോവും. ഈ അമ്മാവനെയും മുത്തശ്ശനായിട്ടുള്ള അച്ഛൻ നമ്പൂതിരിയൊക്കെ നമസ്കരിക്കും. ഞായറാഴ്ച ഊണ് കഴിഞ്ഞാൽ ഉടനെ പുറപ്പെടണം കലാമണ്ഡലത്തിലേക്ക് പോകാൻ. അന്ന് ബസ് സർവീസ് കുറവാണ്, വെളിയിലേക്ക് ബസ്സൊന്നുമില്ല, മാങ്ങോട് വരെ നടക്കണം. അന്ന് ചെരുപ്പൊന്നും ഉപയോഗിക്കാറില്ല, കട്ട റോഡ്, കാലൊക്കെ വേദനിക്കും. അങ്ങനെ ആ വെയിലത്ത് ഊണ് കഴിഞ്ഞ് മാങ്ങോട് വരെ നടക്കും. മാങ്ങോട് നിന്ന് ചെർപ്പളശ്ശേരി വരെ ബസ്സിൽ വരും. ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലം, ഒറ്റപ്പാലത്ത് നിന്ന് ഊനത്തറ. ഇങ്ങനെ 3 ബസ് വേണം. അന്ന് ഈ വാണിയംകുളം റോഡില്ല, മറ്റൊരു റോഡില്ല. ഊനത്തറ വഴി പോകുന്ന വഴിക്ക് അരില്ലാൻ്റെ നല്ലൊരു കടയുണ്ട്. ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്, വെളുത്ത കവറിങ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് എനിക്ക് മേടിച്ചു തരും. അതും മറക്കാൻ വയ്യ. അമ്മ ബിസ്ക്കറ്റ് മേടിച്ചു തന്നു, നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഞാൻ ഗ്രാമതലം വിദ്യാർത്ഥിയായി. വിദ്യാർത്ഥിയാകുമ്പോഴും അച്ഛൻ്റെ അമ്മമാരെ പഠിപ്പിക്കൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാൻ ചൊല്ലിയാട്ടത്തിന് പാടാൻ തുടങ്ങുന്ന സമയത്ത് ചൊല്ലിയാട്ട ക്ലാസ്സിൽ വരാറുണ്ട്. അദ്ദേഹം ശിഷ്യന്മാരെ നല്ലപോലെ ശിക്ഷിക്കുന്നത് കണ്ണിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മഞ്ചേരി ഹരിദാസേട്ടൻ, ഗുരുവായൂർ രാജേട്ടൻ, തെക്കമോട് ശശിയേട്ടൻ ഉണ്ടില്ല, രാധാകൃഷ്ണൻ ഇന്നില്ല, പിന്നെ ഉണ്ണികൃഷ്ണന്റെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നു, ഒരു രവീന്ദ്രനും ഒരു അയ്യപ്പ പണിക്കരൻ. അവരും ധാരാളം അടിപടിച്ചിട്ടുണ്ട്. അവര് പിന്നെ കോഴ്സ് പരീക്ഷിക്കുന്നില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ളവരാണ് കല്യാണൂര്, എൻ്റെ അനിയനുണ്ട്, കൃഷ്ണദാസ്, അവരുണ്ട്. നല്ല ശിക്ഷയാണ്. ഇവർക്ക് കൊട്ടാനറിയുണ്ട്. ഇത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടും. സമയത്ത് കിട്ടില്ല. അപ്പുറത്തേക്ക് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ കൊട്ടാനറിയാം. ഇത് എവിടെ തുടങ്ങേണ്ടതെന്ന് മനസ്സിലാവില്ല. അത് നോക്കിയിട്ട് കലാശങ്ങളോടെ കൃത്യമായിട്ട് അറിയും. പക്ഷെ ഉണ്ടാകുക എവിടെ കൊട്ടേണ്ടതെന്ന് ഈ താളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അടി ഉറപ്പ്. ഈ മഞ്ചേരി ഹരിദാസനായാലും രാജേട്ടനായാലും ശശിയേട്ടനായാലും ഉണ്ണികൃഷ്ണനായാലും ഇതന്നെയാണ് പ്രധാന കാരണം.
നമ്മളിതുമായിട്ട് വളരെ പേടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ശിക്ഷണമാണ്. ഏറ്റവും അധികം ശിഷ്യന്മാരുള്ള കലാമണ്ഡലത്തിലെ ഒരു ഗുരുനാഥനാണ് അച്യുതൻ മാമ. പിന്നെ എൻ്റെ കോഴ്സിന് ശേഷം ഞാനും പ്രവാസിയായി വെക്കേഷൻ സമയത്ത് നാട്ടിൽ വരുന്ന സമയത്ത് ആണ് ഈ അച്ഛൻ്റെ പിറന്നാൾ വരാം. അപ്പോൾ ഉണ്ണി വരും, നന്ദി, ആനന്ദ്, അവരൊക്കെ വരും, വീട്ടിലായിരിക്കും ഏതാണ്ട്. അപ്പോൾ ഓരോരോ കലാരൂപങ്ങൾ എന്തെങ്കിലും കഥകളിയായിട്ടോ ഡാൻസായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത്രയും അതിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ട്. അച്ഛൻ്റെ അമ്മാവിയും വരും. അത് കഴിഞ്ഞ് എല്ലാ വർഷവും എന്തെങ്കിലും പരിപാടികളുണ്ടാവും. അച്ഛൻ അഷ്ടപതിയാക്കം എന്നുള്ളൊരു വളരെ മോഹമായിട്ട് കവളപ്പാറ മംഗളത്തിൽ ചെയ്യാണ്. അപ്പോൾ ഗീതാഗോവിന്ദം എഡിറ്റ് ചെയ്തത് ഒരു ഭയങ്കര വർക്കാണ്. എഡിറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂറിന്റെ ഡാൻസ് ഡ്രാമയാക്കി മാറ്റി. അപ്പൊ വെക്കേഷൻ ഞാൻ കൊണ്ട് നീ പാടിക്കോ, നോക്കിക്കോ, എങ്ങനെയൊക്കെ റെഡിയാക്കിക്കോ എന്ന് എന്നെ ഏൽപ്പിക്കും. നമുക്കത് എങ്ങനെയൊക്കെ പാടേണ്ടതെന്ന് അറിയില്ല. അഷ്ടപതികൾ ധാരാളം പേരുള്ള പരിചയം എനിക്കില്ല. അപ്പോ അഷ്ടപതി എന്ന് പറയുമ്പോൾ എന്താ പറയുക, 8 ചരണങ്ങൾ. 8 ചരണങ്ങൾ. ഒരു ചരണം കഴിഞ്ഞാലാണ് പല്ലവി പാടാൻ പാടുക. അതാണ് അതിന്റെ നിയമം. പല്ലവിയായിട്ട് തുടങ്ങില്ല. ഗുരു അനുരാഗസ്ഫുട മുദിതരസ യാഹിമാധവനാണ് പല്ലവി. പക്ഷെ ഈ ചരണം കഴിഞ്ഞിട്ട് അത് തുടങ്ങുള്ളൂ. അതുപോലെ പഴയ കഥകളി ആട്ടക്കഥ പുസ്തകങ്ങളായാലും ഈ ഗീതാഗോവിന്ദം ഗോവിന്ദം പുസ്തകങ്ങളായാലും കാമോദരി എന്നാണ് എഴുതി കാണാറ്. ഈ കാമോദരി എന്ന് പറഞ്ഞാൽ അത് കാമ്പോജി രാഗത്തിലാണ് പാടുക. കാമോദരി എന്താണെന്ന് പറയില്ല. ആട്ടക്കഥ പുസ്തകത്തിൽ കാമോദരി കണ്ടുവോ, അത് കാമ്പോജിയാണ്. അപ്പോ ആദ്യം പല്ലവി പാടേണ്ട ഒരു ഭാവാത്മകമായ പദമാണ് അത്. കാമോദരി രാഗേണ ഗായത് ചെമ്പറ താളേന പദ്ധതി എന്നൊക്കെ ഇത് എഴുതിയിട്ടുണ്ടോ? പ്രിയ ചാരുശിലേക്ക് മുഖാരി രാഗേണ അല്ലേ, അങ്ങനെ കാണാം. ചെമ്പറ താളേന പദ്ധതി. അപ്പോ ഈ കാമ്പോജി രാഗത്തില് സഖി ഹേ കേശിമതന് മുദാരം എന്നുള്ള ആ പല്ലവി. അപ്പൊ അച്ഛനാമോടുള്ള സമയം. അപ്പൊ അമ്മാവോട് പറഞ്ഞു, ഞാൻ ഈ പദം നിങ്ങൾക്ക് എങ്ങനെയാ, എനിക്ക് പിടികിട്ടുന്നില്ല. എന്നാൽ ആ സമയത്ത് ആലോലം എന്നുള്ള ഒരു പാട്ടിന്റെ കൂടെ